30 കൊല്ലം മുന്നുള്ള ഡൗട്ടാണ്, ഇപ്പോഴും തീർന്നില്ല. ഹലോ ഗായ്സ്, തെറ്റിപ്പോയി. ഹലോ ഗായ്സ്, വെൽക്കം മൈ ചാനൽ ഇബി ആൻഡ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഞങ്ങളെ പുതിയ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടാ. ഓക്കെ ആ പറഞ്ഞിട്ട് അപ്പം എന്താ, നമ്മൾ സാനുവിനെ കൂട്ടാൻ പോവാണ്. കുറേ ദിവസമായി ആദ്യമോനെയും സാനുവിനൊക്കെ കണ്ടിട്ട് ഒരു രസം. കൊറേ ദിവസമായി, ഇന്നലെ കൂടെ കണ്ടിട്ടുള്ളത്. അത് നിങ്ങളല്ലേ, നമ്മള് കണ്ടിട്ടില്ലല്ലോ. നമ്മള് ആദ്യമോനെ പോയി എടുത്ത് വിളിച്ചാണ്ട് പറയാം നമ്മള് ഇറങ്ങി ഭയങ്കര ഡയലോഗ് കേട്ടോ. ഇതിങ്ങനെ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ പൂച്ചന്റെ മാതിരിയാണ്. പൂച്ചനൊക്കെ കിട്ടണ വരെ പൂച്ച നലിയും വിളിയാ, കിട്ടിക്കഴിഞ്ഞാൽ പൂച്ച മുണ്ടൂലല്ലോ. എന്നാ മതിയോ മുപ്പത്തേര് പെരീന്ന് ഇറങ്ങുമ്പോ ഞാൻ തലകുത്തി മറിയും. ഞാൻ അങ്ങോട്ടാക്കും, ഞാൻ ഇങ്ങോട്ടാക്കും. ഇല്ല ഇപ്പൊ ഇതിങ്ങനെ കേട്ട് ഓണാകുമ്പോ പിന്നെ മുണ്ടാട്ടില്ല. അത് പറഞ്ഞു, അത് പോരാ. ഇല്ലേ വാവേ, പെരീന്ന് എന്താ ഡയലോഗ്? ഡയലോഗ് അറിയാം. ബ്ലോഗ് തുടങ്ങി നിങ്ങളെന്താ ഇന്നോടെന്താ ബ്ലോഗ് ഓറോക്ക് പൂച്ചക്കുട്ടി ഇങ്ങോട്ട് അവിടെ എത്തിയാ പിന്നെ ഒന്നിനും വരില്ല. മുണ്ടൂല. ഞാൻ ക്യാമറ ഓൺ ആക്കിയാണ്ടല്ല, പിന്നെ വർത്താനം പറയില്ല. എന്താ പറയാ, ഇതിനാതിരി കൂത്താൻ തോന്നേരോ. പെണ്ണുങ്ങളായി പോയില്ല, അതുകൊണ്ട് കുത്താത്തതാണ്. ബംഗാളി ഭാവി ഒന്നും ഉണ്ടത്തി. ബംഗാളി ഭാവി ഇതേമായി തന്നെ. എന്താ പറയാന്ന് ചോദിക്കാ, പിന്നെ എന്തേലും എന്തെങ്കിലുമൊക്കെ എന്താ തുടക്കത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറ. അല്ല തുടക്കത്തിൽ എന്തെങ്കിലൊക്കെ എടുത്ത് പറയണം. അപ്പൊ ഇങ്ങനെ അതിനനുസരിച്ച് മുണ്ടാതെ സ്ക്രീൻ ഓൺ ആക്കിയിട്ട് എല്ലാവർക്കും ഇന്നത്തെ സൈലന്റ് ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഡേ 1 എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ രണ്ടാളെ അടി കാണാനാണ് ആൾക്കാർ നിൽക്കുന്നത്. നിങ്ങൾ രണ്ടാളും അടി തുടങ്ങണം. പൂർവാധികം ശക്തിയോട് കൂടി ഷായില യാസ്മിൻ കൈ മുഷ്ടി പിടിച്ചത് ചുരുട്ടി പിടിച്ചിട്ട് മുഷ്ടി ചുരുട്ടി കൈ മുറുക്കി പിടിച്ചിട്ട് കൊടുക്കണം. സാലിന്റെ മൂക്കിട്ട് കൊടുക്കണം. മേത്തോടെ കയ്യില്ല. വണ്ടി ഓടിക്കണം. പറഞ്ഞൊരു ബദല് ചെയ്ത് ഞാനൊക്കെ വണ്ടി അവിടെ സൈഡാക്കിണ്ട്. പേരന്റെ ചാവിയുടെ എന്റെ അടുത്ത് എന്റെ തുറ മുട്ടനാ സഫീദ് പോയി വരുവാ മറ്റേ ബോക്സിന്. അപ്പൊ പോയി പറഞ്ഞാ മതി. എനിക്ക് എന്താ തൊള്ളല്ലേ അവിടെ ഇറങ്ങുമ്പോ അടുത്ത് പുറത്തച്ചാ പോയ സുഖേനി. സഫീദ് വന്നതിന് ശേഷം പറയാ, സഫീദ് വന്നതിന് ശേഷം കൊണ്ടേ കൊടുക്കൂല്ലേ. പിന്നെ പെരിന്ന് ഇറങ്ങിന് വരെ ഇല്ലാതെ ഇപ്പൊ സഫീദോട് നാളെ പറഞ്ഞെന്താ, സഫീദ് വന്നതിന് ശേഷം പറഞ്ഞത് ഇവനെ കളിയൊക്കെയാണ് ബുദ്ധിയുള്ളവരോട് പറയണോ. അനക്കുണ്ടാ ബുദ്ധി? അത് പറയാ, അനക്ക് ബുദ്ധി ഉണ്ടോ ഇല്ലേ? അനക്ക് ബുദ്ധി ഉണ്ടോ ഇല്ലേ? അത് പറ ആദ്യം. ചോദിക്കുന്നേ ഇജ്ജ് പറയണില്ലേ മറുപടി? സാലു അന്നെ ഓള് ഊക്കാണെന്നുള്ള എനിക്ക് തീരെ മനസ്സിലായി. മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ല. ഞാൻ ഓളെന്താ പറഞ്ഞേ? ഓള് പറഞ്ഞതിന് തിരിച്ച് മറുപടി പറഞ്ഞു. അപ്പൊ നമുക്ക് സാനുമോളെ പോയി എടുത്തതിന് ശേഷം കാണാം ബാക്കി. അപ്പൊ കൈ സാനു നമ്മള് കൂട്ടിക്കണ്. സാനിനെ കൂട്ടി നമ്മള് ശാലും ബീച്ചിലേക്ക് പോട്ടെ. നമുക്ക് അവിടെ വെച്ച് കാണാം. വണ്ടി ഓടിക്കുന്നത്
സാനുമോള് അവിടെ നല്ലപോലെ ഇരുന്നോട്ടെ. നല്ല പിടിച്ചോളി. ചാലയും ബീച്ചിലെത്തി. ഓണല്ലടോ അന്റെ ഓണാണ് ഓണ എല്ലാരും തിരിച്ചു പോകുമ്പോൾ നമ്മളാണ് എന്താണ് വണ്ടി എടുത്തോണ്ടാ എന്നാല് വണ്ടി കൊണ്ടുവരാ എല്ലാരും ഇങ്ങോട്ട് പറഞ്ഞേക്കാണ്. നടക്കല്ലേ അല്ലേ രസം പോലീസുകാരെല്ലാരും ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ നമ്മള് ശാലിത്തെത്തി. മൈക്കുടി വണ്ടി എടാ സാലി അതിന് മൈക്കുണ്ടോ ഒരു ഭാഗത്ത് അപ്പൊ ഞാനും എന്റെ മുത്തച്ചി കൂടെ ബാക്കി ആരുമില്ല. മുന്നോട്ട് കയറി സാലിയാ മുന്നോട്ട് കയറി മൈക്കുള്ളൂ. വാ. ഞാൻ തന്നെ അപ്പൊ ഗായ്സ് നമ്മളിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും തിരിച്ച് പെരേ പോകുമ്പോഴാണ് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോണത്. അതെങ്ങനെ ഉണ്ടാവും ഈ പട്ടി കൂടെ എന്താ മാറി ഈ ഇപ്പച്ചി എന്താ ഇപ്പച്ചിക്ക് കിളിയാണ് അമ്മക്ക് എന്തേലും ശരി അവിടെ എത്ര നടക്കണത് നടക്കാൻ പറഞ്ഞു ഈ മൂലക്ക് കോലും നടന്ന് അല്ല നടന്നാ കൂലി കൂലി കവറിൽ കൊടുക്കണ്ട് ചാലിയത്ത് പോയി മേടിച്ചോളി. ചാല് കാണ്ട് ഉപയോഗിച്ചിട്ടാ ഇവിടുന്ന് അങ്ങോട്ട് കാണില്ല കേട്ടോ. ഇജ്ജ് നേരെ വള്ളത്തേക്ക് പോകും. ഇവിടെ അതിനെ അതുപോലെ ബാഗിലിടാന് പറഞ്ഞിട്ടില്ലേ? അത് അന്നെ കൊണ്ട് എന്തൊക്കെയാ കളിയാടാ ഇവര് കളിക്കുന്നത്. ഹലോ പറയ് അത് സേ എന്താണ് ഒന്ന് നിക്കോ ഒന്ന് നിന്നോടുക്ക്. വട്ടക്ക് തപ്പി 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 ഓനക്കത് ഇഷ്ടല്ല. എന്താ ചെവി മറക്കിയോ? ഞാൻ ഊട്ടിയിലെത്തിയത് അതിന് വെറുപ്പായി. വലിച്ചിട് വലിച്ചിടാ വലിച്ചിടാ വലിച്ചിട് വലിച്ചിട്. അങ്ങനെ സൈഡ് നടിപ്പാ അല്ലെ ബാക്ക് പോവും. അച്ചു അച്ചുവേ അച്ചുവേ ആ ദിവസം എന്തും കൂടി എന്താ കാട്ടു നിങ്ങള്. അപ്പൊ നമ്മളിന്നിങ്ങനെ ആദ്യമായിട്ട് ഫസ്റ്റ് അല്ല റംസാൻ വന്നിട്ട് ഫസ്റ്റില് വരികയാണ് ചാലിയത്തേക്ക്. റമദാനായിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് എല്ലാരും കൂടി ഇറങ്ങുന്നത് ഫസ്റ്റ് ഇപ്പോഴാണ്. അത് ഇന്ന് എത്രാമത്തെ ഒമ്പ ഇപ്പാ 25-ാമതോ 24-ാമത് നോമ്പല്ലേ? നോമ്പ് 24 മറന്നുപോയി. നോമ്പ് നോറ്റ് ഒക്കെ മറന്ന് അങ്ങനെ രണ്ട് എന്തൊക്കെ പറയുന്നുണ്ട്. ഒരു മൈക്ക് ഓരോ കൊടുക്കും. ഞാൻ അവിടെ നിന്നോടാ ആ സൈഡിക്ക് കൊയിഞ്ഞാടൂട്ടാ. പിന്നെ ഞാൻ കൊറേ കക്കാനെ തള്ളിയിടാൻ നടക്കുന്നു. സാലുനെ കക്കാനെ തള്ളിയിടില്ലല്ലേ? അപ്പൊ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ഇവിടെ ഒരാളെ ആര് ഇവിടെ ഒരാളുണ്ട്. ഞാനോ നിങ്ങളും വെച്ചും ചോദിച്ചാ അവിടെ കേറണടുത്ത് പോയിണ്ട് നിങ്ങളെ കിട്ടൂല. എന്താ ചോദിച്ചാൽ അവിടെ കച്ചവടം നടത്തണേ. വെള്ളം ചവിട്ടി വെള്ളല്ല ചവിട്ടി കൊണ്ട് ചിന്തിയതാ വെള്ളം ചവിട്ടിയില്ലല്ലേ? രണ്ട് വട്ടം തിരുമ്മിട്ടുണ്ടാവുള്ളൂ. ബാക്കി ഞാൻ ഓള് രണ്ടട്ടല്ലിട്ട് ഓള് ഇട്ടിട്ട് നേരെ കുളിച്ചിട്ടുമില്ല തിരുമ്പിയിട്ടുമില്ല. അത് ഈ ഡ്രസ് ഇട്ടിട്ട് എത്ര ദിവസം ഈ ഡ്രസ് ഇട്ടിട്ട് എത്ര ദിവസം കുളിച്ച്? ആഴ്ചയിലല്ല കൊറേ പ്രാവശ്യം
ഷായിൽ ആഴ്ചയിൽ 3 വട്ടം കുളിക്കല്ലോ. അതെന്ത് കുളിയാ? ഒരാഴ്ചയിൽ 3. ആള് അതിരീകളെ ഇടിക്കലട്ടാ തെറിച്ചു മുമ്പിലാണ് ലൈറ്റ് ഒക്കെ ഇങ്ങനെ. അപ്പൊ ഇന്നെത്തൂല, ഇത് ഇങ്ങനെ പോയാൽ എത്തൂല, ഇനി പോവാണ്ട്. അപ്പൊ അവിടെ എത്തിയിട്ട് നമ്മള് കാണാം, ആ ഭാഗങ്ങൾ കാണാം, അവിടെ എത്തിയിട്ട് കാണാം, എത്തുമ്പോ കാണാം. ഓക്കെ. നൈറ്റിലൊരു പ്രശ്നമില്ല. ആ മോയാണ് ചങ്ങായി, മുമ്പേരും ഇങ്ങോട്ട് കൊണ്ടുവരുന്ന മാറ്റിയുണ്ട്. ഓണാക്കിയില്ലേ? ഞാൻ കോൾ ചെയ്യാം. ക്രെറ്റന്റെ ഇലക്ട്രിക്കൽ ഡേഞ്ചറാണ്. എങ്ങോട്ട് അങ്ങോട്ട് പോയാലുണ്ടല്ലോ അവിടെ പോയി തിരിച്ചു വരും. ഇവന് വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഒരു രസമില്ലേ നടന്നു പോണത്? നിങ്ങൾ ചൂടാവല്ലേ? കുറച്ചൊക്കെ നടന്നു. ഇപ്പൊ പൊടിച്ചിട്ട് ആരും കാണൂല. ഇന്നലെ എന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയപ്പോ സാനിയോ, ഇന്നലെ എന്റെ അടുത്തേക്ക് ഇന്നലെ വരാൻ വേണ്ടി ഇറങ്ങിയില്ലേ? അപ്പൊ ആ സമയത്ത് ഓ വരുന്നില്ല. അത് വന്നോട്ടെ നോക്കി, എന്റെ അടുത്തേക്ക് ഇന്നലെ വരാൻ വേണ്ടി ഇറങ്ങിയില്ലേ? അപ്പൊ ഞാൻ ചായയിൽ ഇറങ്ങിയ സമയത്ത് ഇപ്പച്ചിനെ ഇറങ്ങളിന്ന് പോണ്ടായിരുന്നു. ഇപ്പച്ചിനെ അവിടെ പിടിച്ചിരുത്തിയ. അപ്പൊ ഷായിലെ ഇപ്പച്ചിന്റെ അടുത്ത് പോയാണ്ട് ഇപ്പച്ചി മോടില്ല, ഇപ്പച്ചിനെ കളിയാക്കി. ഇപ്പച്ചി ചാവി എടുത്തച്ച് മോളെ വെറുപ്പിച്ചിട്ടുണ്ടോ തേരണ്ട ചാവി. അതിലിളിഞ്ഞില്ല എമ്മച്ചി, അതിന്റെ ഇളിഞ്ഞി. ആ ഞാൻ അറിഞ്ഞില്ലേ? ഫേസ്ബുക്ക് കേടന്നേ, ഫോൺ നമ്പർ പോയി, ഇൻസ്റ്റ പോയി, എല്ലാം പോയിട്ട് കിളി പോയിട്ട് നന്നാക്കാൻ കഴിയില്ല. എന്നിട്ട് അതൊക്കെ അതിന്റെ ഇടയിൽ ഞാൻ പോയി ചോദിച്ചപ്പോ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അതിന്റെ ഇടയ്ക്ക് 2 വട്ടം പോയി ചോദിച്ചു, നിങ്ങൾ ഫ്രീ ആയോ എന്നൊക്കെ ചോദിച്ചിന്. ഇങ്ങോട്ടേക്ക് പോവേ, ഫ്രീ ആയോ ഞാൻ ചോദിച്ചെന്താ പറയാ, നമ്മളെ മറ്റേ സാധനങ്ങളുണ്ടല്ലോ അത് സെറ്റ് ചെയ്യുന്ന കാര്യം ചേച്ചി. അപ്പൊ എടുത്തേക്കിന്റെ 37 എന്റെ ഏത് മറ്റേ അക്കൗണ്ട് ബുക്കറ്റ് എന്തൊക്കെയാ 37 അത് ഒട്ടേ തരാം. എനിക്കാണ്ട് ഇളിഞ്ഞ് കേറി ഭ്രാന്ത് കേറി. കണക്കൂട്ടാൻ വന്നിട്ടുണ്ടാവും. കണക്കൂട്ടാൻ വന്നല്ല. ആ നമ്മള് ബാഗറ്റ് എന്തെങ്കിലും നോട്ടെ 5 പൈസ. ആ എനിക്കാണ്ട് ഇളിയാതൊക്കെ പൈസ വെച്ച് എന്തൊക്കെ ദേശം പിടിച്ച മനുഷ്യൻ. വലിയ കാര്യമായിട്ട് നേരല്ലാതെ നേരത്തെ പോയിട്ട് ഫോർമാറ്റ് ചെയ്ത് ഒറ്റക്ക് പോയി ഫോർമാറ്റ് ചെയ്താ. എന്നിട്ട് അതില് കിളി പോയിട്ട് കളിക്കാൻ കഴിയില്ലല്ലോ, അതിൽ അച്ഛക്ക് ഇളിഞ്ഞ് കിടന്നുറങ്ങി. ഞാൻ വന്ന് ചോദിച്ചത് കിടന്നുറങ്ങി. അല്ല ഇപ്പച്ചി മൈക്കൂടെ പോക്കറ്റില്ല, അത് കിട്ടൂല. അങ്ങനെ കിട്ടുക ഓട്ടിച്ച ചളി. അങ്ങനെ നമ്മള് കൊറേ നേരം അതിർപ്പ പൈസ അറിയില്ല. ഷായിലും ആദ്യം കൂടെ ഇരുത്താം. ഇത് തുറന്നില്ലേ കടകളൊക്കെ? ഇത് രണ്ടും തുറന്നിട്ടുള്ളൂ. പക്ഷേ ആദ്യം ഇരിക്കൂല, ഞാൻ ഇതിന്റെ കൂടെ ആരെയും ഇരിക്കേണ്ടി വരും. ഷായില ഇജിരുന്നു മോനെ മടിയിൽ വെച്ചാൽ ഇരുത്തി മോനെ മടിയിൽ വെച്ചാൽ കഴിയോ? എന്താ ഇരുന്നോ? 60 കിലോ പോവും. അപ്പൊ എനിക്ക് കറക്റ്റാ. ലൈറ്റ് ഓഫ് ആക്കുമെന്ന് ഇമ്മച്ചിന്റെ ഡൗട്ടുകൾ ഇങ്ങനെയാണ്. ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കുവോ? ഇവിടുത്തെ കറണ്ട് ബില്ല് ആരടിക്കൂ? ഈ വീടൊക്കെ പൂട്ടിട്ട് പോയതിന് ആര് കാവല് നിൽക്കൂ? ഇതൊക്കെയാണ് ഇമ്മച്ചിന്റെ ഡൗട്ട്. ആ നമ്മ അങ്ങനത്തെ ഡൗട്ട് അറിയാത്ത 30 കൊല്ലം മുന്നുള്ള ഡൗട്ടാണ് ഇപ്പോഴും തീർന്നിട്ടില്ല.
ഇനി 85 വയസ്സായാലും ആ ഡൗട്ട് ഉണ്ടാവും. ഇമ്മച്ചിന്റെ ഡൗട്ടാണ് ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആവുമോ എന്നൊക്കെ. എല്ലാരും പോയാലും ഓട്ടോമാറ്റിക് ഓഫ്. കുതിരന്റെ മുകളിൽ കിടക്കും. ഇമ്മച്ചി കുതിരന്റെ മുകളിൽ കയറും. ഇന്ന് ഇമ്മച്ചിന്റെ കുതിരന്റെ മുകളിൽ കയറ്റിരിക്കും. വരി 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 വരി. നമുക്ക് ഒരു വട്ടോ ഒരു ജിങ്കിൾ ആക്കാം. എന്നാ ഷായില കയറ്. ഷായില ഒന്ന് കയറിക്കാണ്ട് കുതിര ആയതാണ്. ഇനി കുതിരാകാൻ വയ്യല്ലേ സായില. ഇനി കൈതാണുള്ളതാണ്. സാധനം കയറാ ഇമ്മച്ചി ഇമ്മച്ചില്ലേ ഒരാഴ്ച ചൂടാവില്ല മുഖം മാറി. സാബേ വാ വാ വാ. ഒറ്റ പ്രാവശ്യം കയറിയ ഞാൻ കയറി ബാക്കില്. വാ ഞമ്മ കണ്ട കയറ. വാ വാ. ഏതാണ് സാധനം? ഓട്ടിക്ക് കളിട്ടുണ്ട്. അപ്പൊ ഞാനല്ലേ പറഞ്ഞേ, ഒരു കുതിരന്റെ മുകളിൽ ഒരു റൗണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ ഡൗട്ടൊക്കെ മാറും. ഇവിടുത്തെ കറണ്ട് ബില്ല് ആരടിക്കും, ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുമോ ഒക്കെ മാറും. എന്ത് സംശയം? ഇവിടുത്തെ കറണ്ട് ബില്ല് ആരടിക്കല്ലോ സംശയം. ഇഞ്ചു മാറി എന്റെ കുട്ടി മാറി. എന്റെ കുട്ടിക്കട്ടെ സംശയം. വെച്ചോണേ കാറ്റ് ബീച്ചിലേക്ക് ഇറങ്ങണോ? തൊപ്പി വരരുതാ. നിങ്ങൾക്ക് എന്താ ഡൗട്ട് ഉണ്ടോ? എനിക്ക് ഡൗട്ടില്ല. എനിക്ക് ഡൗട്ട് ഇപ്പൊ ഈ ഡൗട്ട് തീർക്കൽ എങ്ങനെയാന്ന് ആലോചിക്കാം. അല്ല ഇവിടുത്തെ കറണ്ട് ബില്ല് നമ്മളെ കറണ്ട് ബില്ല് ആരടിക്കുന്ന ചിന്തയില്ല ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ കറണ്ട് ബില്ല് അടിക്കുന്ന രണ്ട് മക്കളെ അല്ല ഇവിടുത്തെ കറണ്ട് ബില്ല് അടിക്കുന്ന ടെൻഷൻ അമ്മച്ചിക്ക്. നമ്മളെ പെരി വന്ന കറണ്ട് ബില്ല് ആരടിക്കും ആ ടെൻഷനില്ല ഞാൻ നിൽക്കുന്നത്. ഞാനടിക്കും. ആദ്യമോനെ അടിക്കണ നല്ല ആള് കൂടിയാ. മറ്റേ എന്തിന് VR എന്തിന് അതിന് പേര് ഏത് ഉമ്മച്ചി അതിനൊന്നും നിൽക്കൂല. ഇജിക്കാനോ അതൊക്കെ ആ സംഭവം ഫൈറ്റ് ഉണ്ടോ? ഫൈറ്റ് ഉണ്ടോ? അത് ഞാൻ ചെയ്യും. ചെയ്യോ? സാ ഇത് കയറാ. ഇതിൽ കേറണല്ല. ഇതൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നല്ലോ സാധ. ഇവിടെ വാ. എന്താ ഒന്നിനും നിൽക്കാത്തേ? അതെങ്കിലും ടെസ്റ്റ് ചെയ്യാം. അനക്ക് കടലടിച്ചേ ആന്ന് കടലടിച്ച തിന്നാനുണ്ട് നിന്റെ അമ്മ ഉണ്ട്. നിങ്ങളെന്താ ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ലാതെ? കേട്ടില്ല. അത് കേറേണ്ട ആവശ്യമില്ല. അതിങ്ങനെ മോത്തിട്ടാ മതി. വീട് സാധനം ഞാൻ ചെയ്യട്ടെ. അതേമാതിരി പോകുമ്പോ സുഖമായിട്ട് നിൽക്കും. മാറിക്ക എന്ത് കയറാൻ പറ്റില്ല. ഇത് കേരള തന്നെ. അതിനെന്താ ഒരു ബൈക്ക് ക്ലബ്ബോ? മുഖം സുഖമില്ലല്ലോ. കഴിച്ചാളാ തല എന്താ അതിന്റെ പേരെന്താ? നൈസോ ചെയ്യോ? സാധനം ചെയ്യോ? ഇവരെ കൊണ്ട് ചെയ്തോ? എത്ര ചോദിച്ചോനെ? ടൈമിലുണ്ട് വില. വിലയുണ്ട്. അതൊന്നും വേണ്ട. എനിക്ക് ഇതടി ഇടി അടിപൊളിയാക്കി തരാം. എന്താ അവിടെ ഉള്ള എന്താ ഉള്ളത് പോയി ചോദിച്ചേക്കോ. ഡിനോസർ ഡിനോസറോ? എനിക്ക് ആഗ്രഹം ഞാൻ ചെയ്യും. ഡിനോസർ പിന്നെ
സിമ്മന് മറ്റേ ഇന്നലെ എന്തെങ്കിലും പറഞ്ഞല്ലോ, ഇന്നലത്തെ വ്ളോഗിലെന്താ പറയല്ലോ. അപ്പൊ ഇതിന് ഈ ഊക്കി എല്ലാ ഫോണോ ഇന്റെ ഫോൺ എന്റെ ഉണ്ട്. ഷാലിന്റെ ഫോണോടെ ഇതിലുണ്ട്. വല്ലാണ്ട് കളിക്കാണ്ട് അടിക്കാണ്ട് വള്ളത്തിൽ കണ്ടിട്ടാണ് മുക്കിക്കാണ്ട് ഞാൻ ഓരോന്നിനും എന്താ പറയല് ചോദിച്ചോട്ടെ. അല്ലോയ്യോ അതു സാനുവിനെ വിളിയുണ്ടോ? സാനു ഇപ്പൊ സാനുവിനെ കൂട്ടിക്കൊണ്ടുപോല ഇങ്ങോട്ടു എല്ലാത്തിനും ഷൈലാനെ കൂട്ടിക്കൊണ്ടുപോകണം. സാനുവിനെ വിളിയിട്ടോ സാനോ? നമുക്കൊരു കത്തിക്കൽ എത്തിച്ചാലോ? ചുട്ടാമ്യാ ചുട്ടാമ്യാ ബോക്സിംഗ് ഉണ്ട്. നമുക്ക് ബോക്സിംഗ് കേട്ടോ. അറിയണ മാതിരി കളിക്കണോ? ഇതെന്താ സാധനം ഇപ്പൊ ഒന്നിനും കൂട്ടാതെ ഷായിലെ മാത്രം കൂട്ടിക്കൊണ്ടാണ്. 12 ആകുമ്പോൾ നമ്മളെല്ലാരും അവിടെ ഉണ്ടാവും. ഞായറാഴ്ച അല്ല വ്യത്യാസമൊക്കെ ഉറങ്ങിയിരിക്കുന്നത് 12. അപ്പൊ ഇനിയില്ലേ ആരെങ്കിലും കൊണ്ടേക്കാം. അല്ല എനിക്ക് ഷായില് സാധനം അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. ഷായില് വന്നിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. ഷായിന്റെ കൂടെ എത്ര കൊല്ലുണ്ട്? ആയിക്കോട്ടെ. 21 കൊല്ലം എന്റെ പേരാണ്. ഞാൻ ജനിച്ചതില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ കുറച്ച് സ്നേഹം സാനുവിനാണ് കൊണ്ടുപോകുക. നമ്മളിതുവരെ ആരും വേർതിരിച്ച് കാണിച്ചില്ലല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ ചോട്ടെ, ഇഷ്ടമല്ല ഇഷ്ടമാണ് ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ല. അനക്ക് ഞാൻ പറയാം, അനക്ക് പെച്ചിനാണ് മെച്ചിനാണ് ഇഷ്ടം. അനക്ക് പെച്ചിനാണ് മെച്ചിനാണ് ഇഷ്ടം പറയും. ഞാൻ ജനിച്ച സമയത്ത് ഞാൻ ചോദിച്ചതല്ല, ചോദ്യം അതല്ല. അനക്ക് ചോദ്യം വന്നല്ലേ ഇപ്പനാണ് പറഞ്ഞെന്താരോ ഉമ്മ 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 ബാപ്പ ആനറിഞ്ഞു. അനക്ക് അതേമാതിരി തന്നെ അങ്ങോട്ട് പോയി പറഞ്ഞോണ്ട് ഉമ്മനെ പറഞ്ഞ നിങ്ങളെ പറഞ്ഞില്ല നമുക്ക് വരുന്നത്. അതന്നെ ഞാൻ കേട്ടു. അത് 100 ഉള്ളു 100 ഉള്ളു ബോക്സ്. അതല്ല പക്ഷേ എനിക്കറിയില്ല. ഞാൻ പോവാണ്. നിങ്ങളൊന്നും ഒരു ഇതില്ല കേട്ടോ. നിങ്ങളൊക്കെ ഒരു ഇത് ചെവ്വേരി ജസ്റ്റ് ഒന്ന് ഒരു ഒറ്റ റൗണ്ട് കുതിരന്റെ മുകളിൽ പോയത്. ഒറ്റ റൗണ്ട് സെന്റല്ലേ കായതൂർ ഒറ്റ റൗണ്ട് ഉമ്മ കുതിരന്റെ മേലെ കേറിയാലേ ഞാൻ മീസ് അടിക്കും ഉറപ്പാ. നമുക്ക് നല്ല റീച്ചാ. 1 മില്യൺ അടിക്കും ഉറപ്പാണ്. പിന്നെ മീശ പോലെ വണ്ടിയില്ല, എനിക്ക് 1 മില്യൺ മതി. സാലുവാ സാബിയ ഈ അവിടെ കുത്തറുന്നത് സാലു. ബീസായാലും വേണ്ടില്ല, മൊട്ടായാലും വേണ്ടില്ല. നോ വറീസ്. നമ്മളത് ബാധിക്കണില്ല. നമുക്ക് ഉപ്പിലിട്ടൊന്ന് പോയൊക്കെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തേ പറയില്ല. ഇമ്മച്ചിക്ക് എന്താ കടല? ഇപ്പച്ചില്ലേ ഇപ്പച്ചി ഇമ്മച്ചിനോട് ഇത് കുതിരന്റെ മുകളിൽ കയറണോ? ഇല്ല. അത് ചെയ്യണോ? ഇല്ല. എനിക്ക് കടല അഞ്ചേട്ടാ ആയിക്കോട്ടെ തിന്നിട്ട് എന്ത് പോന്നോട്ടെ നിങ്ങൾക്ക് എന്താണ്ടേ? ഉമ്മച്ചിക്കല്ലേ കടല ബീഫും പൊറാട്ടില്ല, ചിക്കൻ 65 പൊറാട്ടി. അതാണ് ഉമ്മച്ചിന്റെ ഫേവറേറ്റ്. എന്റെ പരപ്പന അല്ല പരപ്പന ചുങ്കത്തെ ഗ്രാൻഡത്തെ പൊറാട്ടിയും ചിക്കൻ പൊരിച്ചു. അല്ലെങ്കിൽ ഇഷ്ടം ഇപ്പൊ ബോക്സിങ് തിന്നാനാ ബോക്സിങ്. വാടാ എങ്ങട്ട് വാ, മുന്നിൽ നടക്ക് പോത്തന്മാരെ. അനക്കെന്താ എന്തല്ലേ മോനാ? എന്തല്ലേ? ബ്രെഡ് ഓംലെറ്റ് ആണോ? ഒരു 2 ബ്രെഡ് ഓംലെറ്റ് എടുത്തോ, ഒരു ഗ്രീൻ പീസ് എടുത്തോ. ഗ്രീൻ പീസ് ഡബിൾ എടുത്തോ. അനക്കെന്താ വേണ്ടി? കറുത്ത ലൈസാ? കറുത്ത ലൈസ്
ചായലേക്കിടക്ക അന്റെ കുറ്റ ഇനി ഇന്ന് പിടിച്ചാ ഞാൻ വേണ്ട വാങ്ങിയാലോ എന്നിട്ട് നമുക്ക് ഇൻസ്പോ അങ്ങോട്ടൊക്കെ ചാടി ഒന്ന് ഞാനും ഒന്ന് കാക്കി ഫാൻ ഉണ്ടോ ഫാനത് എന്തോ പറയുന്ന ഫാന് നമുക്ക് ഇഷ്ടല്ലല്ലോ മണല് കാൽ തൊട്ട് പൊക്ക എന്താ എക്സ്പ്രഷൻ ഇങ്ങനെ ആകെ എന്താ പോലെ കണ്ടടി മണ്ണ് തരുമ്പോ നമ്മള് രണ്ട് കൈ നീട്ടി വേങ്ങണം സ്നേഹത്തിനൊക്കെ അല്ലേ വേണോ ചിന്തപ്പാറിനടുത്ത് ഇതെപ്പാന്ന് പറഞ്ഞ് ഇപ്പൊക്കെ എത്ര സ്നേഹം ഉണ്ടോക്കട്ടെ അത് നമ്മക്കില്ല എന്തിനാ പോയത് കൊടുത്തേ തന്ന് ഞാൻ സ്നേഹം ഇപ്പച്ചിക്ക് സാലൂന്നൊന്നും ഒരിക്കലും കൊടുക്കരുത് സാലു മസാജ് ചെയ്യാതല്ല വേറെ മതി സായില അത്ര സ്നേഹം കാണിക്കേണ്ടില്ലേ അല്ല എനിക്ക് പോണ്ട ഭാഗം അത്ര ഇഷ്ടം ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞു ഒയ്യാലോ അല്ല അക്ക പോണ്ട ഭാഗം ഞാൻ അങ്ങനെ എനിക്ക് അടിഭാഗം ആടാ സാലു ഇത് നീനി അല്ലെങ്കിൽ അടിയിട്ട് ചോക്ലേറ്റ് ചോക്ലേറ്റ് അവിടെ തൊള്ളയിലെത്തി വാങ്ങിച്ചിട്ട് തുപ്പി കൊടുത്തല്ലോ തൊള്ളട്ട് നെയ്യ് പോയി വേറെ ഐസ്ക്രീം വേണ്ട ഇതെത്ര 30 റുപ്യ 30 ഞാൻ ഒന്ന് മേടിച്ചിട്ട് അല്ലേ നിങ്ങളിങ്ങനെ നോക്കിക്കോളി ഷുഗർ ഇങ്ങനെ കേറണ്ടോ നാളെ പോയേക്കാം മൈക്ക് ഷുഗർ കൂടി അവിടെ ഫ്രൂട്ടിയൊക്കെ ഉണ്ട് ഏ പോലീസ് ഉണ്ട് ഏ തിന്നണ്ടാന്ന് പറഞ്ഞോ നിങ്ങള് പെണ്ണുങ്ങളല്ലേ ഞാൻ പറഞ്ഞ കേക്കൂല എന്തടാ ഈ നട്ട പാതിരാക്ക് എന്തിന് ലിപ്സ്റ്റിക്ക് നട്ടപ്പാതിരക്ക് ആരെ കാണിക്കാൻ എന്ത് ചോദിച്ചില്ല എന്നത് വലിച്ചേരട്ടെ ഇപ്പൊ ചോദിച്ചില്ല സത്യം പറയും ചോദിച്ചില്ല ആര് സത്യം ലിപ്സ്റ്റിക് പോക്കറ്റിൽ ഉണ്ടോന്ന് ചോദിച്ചതാ ചുണ്ട് ഒട്ടുന്ന് കാക്ക ലിപ്സ്റ്റിക്ക് കാരണം എന്റെ പങ്ങൾ എന്ത് പാവം എന്തിന് നിങ്ങൾ എടുക്കാനാണ് ഓ എന്റെ കുട്ടി പാവാണോ സാലു ഇവിടെ വന്നാ ഒരു കടി കിട്ടിയാ വെച്ചൂടെ എന്നാ പിടിച്ചോ എന്താ നിങ്ങളല്ല ഷുഗർ ആറുണ്ട് പിന്നെന്താ നല്ലപോലെ ചോദിച്ചു വേണം അപ്പൊ എനിക്ക് ഷുഗർ തിന്നു ഷുഗർ കൂടുന്നല്ല കാരണം ഒരു കഷ്ണം വരുന്ന ഒരാള് നൂറ് തിന്നു വരുന്നു തുണി കൊടുത്തിട്ട് വരക്കി ഇന്നൊരൊക്കെ ചെറിയ പൈതമക്കളായിട്ട് ഐസ്ക്രീം എന്നുണ്ട് രണ്ടെണ്ണം കൈമുണ്ട് മാറി തിന്നു തരുന്നുണ്ട് കേട്ടോ മാറി ഇങ്ങനെ നിന്ന് തരാ സാലുന്റെ പെർഫോമൻസ് സാലുവിന് ചായയിലേക്ക് വാങ്ങിയില്ല എല്ലാവർക്കും ഞാൻ കൊടുത്തു ഞാൻ എല്ലാവർക്കും കൊടുത്തു അതേമാതിരി ഷുഗറാണ് നമുക്ക് ഇവിടുന്ന് ഒരു ലൂഡാപ്പ് കളിക്കാം ഞാൻ ഒന്ന് നിന്നിട്ടുള്ളൂ അവൻ്റെ കത്താൻ മതി അത് കൊടുക്കിപ്പാ സാല എനിക്ക് വേണ്ടാതാ ഇപ്പൊ കളിക്കല് ഇപ്പൊ കുടിപ്പാ അത് കൊടുക്കി ഇപ്പാ മാഞ്ഞ കളിക്കലിപ്പാ
ചെറിയ മക്കളെ കൊടുക്കുന്നേ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, പോടാ. ഞാൻ വാരും. എനിക്ക് വേണ്ട, അല്ല, ഇത് തന്നില്ലെങ്കിൽ ഇത് തിന്നില്ലെങ്കിൽ വേണ്ട, എനിക്ക് വേണ്ട, വേണ്ട. ഒറ്റയടിക്ക് തൊള്ള കിട്ടാതെ ഇപ്പൊ എനിക്കിപ്പോ വരി നീ. ഞാൻ 40 35 കുഞ്ഞാണ്. 35 കുഞ്ഞാളുണ്ട്. ഞാൻ നിന്നുമാ ഒരു കടി അടിച്ചാനാ പോന്. ഗ്രൈൻഡർ ഇട്ടുണ്ടോ അവിടെ? ഇനി എന്റെ കേക്ക് ഉണ്ട്. പൊളിഞ്ഞില്ലേ ഇന്റെ ബർത്ത്ഡേക്ക് എടുത്ത് വെച്ച കേക്ക്. ഇനി വരുമ്പോ തിന്നാളെ കേക്ക് ഉണ്ടത്. അമ്മാര് നിങ്ങള് മലയാളം കൂടെ എന്നിട്ട് പഠിച്ചതാ സർപ്രൈസ് പറഞ്ഞു കൊടുക്കല്. അങ്ങനെയുണ്ട്. നൈസായില്ലേ? ചിരിക്കുന്നത് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട്. അല്ല ഓ സഫേദിന് നേരത്തെ വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞ ഞാൻ കേട്ട്. അതുകൊണ്ട് ചോദിച്ചാ ഞാൻ കേട്ടില്ല. അല്ല സഫേദിന് നേരത്തെ വിളിച്ചിട്ട് കേക്ക് കൊണ്ടുവരുന്ന് പറഞ്ഞ ഞാൻ കേട്ടിക്കണ്. ആര് സത്യം? അത് ഫോൺ ഉണ്ടോ? ഞാൻ കാണിച്ചു തരാം. പിടിക്കാൻ പറ്റിട്ട് മോനക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കേക്ക് ഞാൻ പൊളിച്ച്. അൻസാറല്ല, അൻസാർ എന്നോട് ഒന്നും അവിടെ ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ഉണ്ടെന്നില്ലല്ലോ. അപ്പൊ നാളാണല്ലോ പൊളിച്ചില്ലേ ചുരുക്കിലൊക്കെ കണ്ട്. ഇനി വന്നിട്ട് ബാക്കി കേക്ക് വരുന്ന കേക്ക് ആരാ തിന്നാണ്? എത്രമാതിരി ഐസ്ക്രീം അല്ല ഇപ്പൊ എന്ത് ചെയ്യാ പറഞ്ഞത് അറിയാഞ്ഞിട്ട് ആലോചിച്ചിരിക്കണ ഷായിലിപ്പോ ചായലാണ് വിദ്യത്തെ പറയല്. ഷായില് തരാം. സമാധാനായി. സാധാരണ ഞാനാണ് അങ്ങോട്ട് പറഞ്ഞു പൊളിക്കല്. ഇത് പൊമ്മ കൂടി ഉണ്ടല്ലോ. ഞാൻ പിടിക്കണ പൊളിച്ചിട്ട് കിളിഞ്ഞ് താല് പോയി കിടന്ന് എന്താ ചേച്ചി പാത്തുവാ അവിടെ 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 ഇല്ലേ എന്ത് ചേച്ചി ഒരു വെള്ള പേപ്പർ വെച്ചു കൊടുത്തു. കണ്ണിന് പടി വെള്ളം ഫോട്ടോ എടുക്കാനാ? അല്ല നമുക്ക് സാധനം കേക്ക് ഓർഡർ ചെയ്ത് അവിടെ പോയിട്ട് മുറിക്കാന്നൊക്കെ പറഞ്ഞു. ഐസ്ക്രീം കേക്കാനൊന്നും ഭയങ്കര വിറ്റതല്ല. ഏറ്റവും രസം എന്താ അറിയോ? സാല് അവിടുന്ന് വരുന്ന സമയത്ത് സാല് പറഞ്ഞ സഫേദിനെ വിളിച്ചോണ്ട് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടിട്ടോ കേക്ക് എന്ന് പറഞ്ഞ്. സാലുവിന്റെ വിചാരം ഞാനെ കേട്ടിട്ടില്ല. അതാ എനിക്ക് അതിന്റെ മുന്നേ അൻസാർ അവിടെ കൊണ്ട് എങ്ങനെ ഞങ്ങൾ ആദ്യം പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ പ്ലാൻ ഇട്ടതാ. സാധനം വരും, സാധനം ഓർഡർ ചെയ്തു ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പൊളിഞ്ഞില്ലേ? അതൊക്കെ ആ മുഖത്ത് വന്നിട്ടൊക്കെ ഇളക്കിലൊക്കെ നിങ്ങളെ മുഖം എടുക്കാനാണ്. ഇത് ഷായില പറഞ്ഞാ ശരി. കഴിഞ്ഞ അടുക്ക തിരിഞ്ഞിക്ക ഇജ്ജ് പറഞ്ഞാണ് കറക്റ്റ്. എന്ത് സർപ്രൈസ് ആവാനുള്ള യോഗ. പക്ഷെ വേറെ സംഭവം ഉണ്ട്. പണ്ടത്തെ ടിക്ടോക്കർ അല്ലേ? അപ്പൊ നിങ്ങൾ കേക്ക് ആയിട്ട് വരുമ്പോ ഞാൻ തിരിഞ്ഞിങ്ങനെ സർപ്രൈസ് അങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ കൊളാക്കി കൊടുക്കും നമ്മൾ ഒരിക്കലും. ഈ മുഖം കണ്ടോളി. സർപ്രൈസ് കൊളാക്കിയാള്, സർപ്രൈസ് കൊളാക്കിയാള്. നിങ്ങള് പറഞ്ഞില്ലേ എന്നോട്? അല്ല നമ്മള് ആയിട്ടില്ല. ഗിഫ്റ്റ് ഗിഫ്റ്റ് അത് ശരിയാണ്. ഇത്രയും വില കുറഞ്ഞ ഗിഫ്റ്റ് ഒക്കെ തരുന്നേ. ഇത്രയും വില കുറഞ്ഞ വില കുറച്ചോളെ കണ്ടത്.
ഇത് ഇടാൻ വേണ്ടി അതാണല്ലേ ലിപ്സ്റ്റിക് എന്നോട് ചോദിച്ചില്ലേ നേരത്തെ. അതിപ്പോ നിങ്ങള് വ്ലോഗ് എടുക്കണെങ്കിൽ എനിക്ക് നേരത്തെ ഇട്ടൂടെ. ഉമ്മച്ചിന്റെ അവസ്ഥ ഈടായിക്കണം ഉമ്മച്ചി. ഇരിക്കി നോക്കി എന്താണ് സാഹചര്യം ഇങ്ങനെയൊക്കെ ആൾക്കാരിക്കണി. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. അടുത്ത അബദ്ധം അതെ ഇന്റെ ഒന്നും പറ്റൂല. ഞാൻ നിങ്ങളെ മാതിരി ലോക്കല് പരിപാടി എടുക്കൂല. ഞാൻ അറിയില്ല. ഷായില തരണം. അതാണ് സർപ്രൈസ്. ഇങ്ങനെയാണ് ഷായില കാക്ക നിങ്ങൾക്കൊരു 3 ഷൂ തരും. സർപ്രൈസ് ആവണം. എല്ലാരും മുന്നിൽ നിങ്ങൾ അഭിനയിച്ച് മികവ് പുറത്തെടുക്കണം. അങ്ങനെ പറഞ്ഞേ കാക്ക ഒരു വരുമ്പോ സർപ്രൈസ് ആവണേ. ഒരു നിങ്ങൾ സർപ്രൈസ് ആയിട്ട് കിളി പോയി നിക്കണേ. അല്ലാ ആ പറഞ്ഞേ കഴിയുന്നതല്ല എല്ലാരും പറഞ്ഞേ ഓടത് സർപ്രൈസ് തരാണെങ്കിൽ ഗൈസ് എന്റെ സർപ്രൈസ് കൊടുക്കാൻ പറഞ്ഞ ആളാണ്. 2 ദിവസം മുന്നേ പറയും നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പൊ കാക്ക ഇതുവരെ അമ്മ വിളിച്ചപ്പോ മാറി നിന്നില്ലല്ലോ. എന്താ നമ്മളോടൊന്നും ഇപ്പൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് കാക്ക തെറ്റി ഇറങ്ങിപ്പോയി. എവിടേക്ക് സാനുവിന്റെ റൂമൊക്കെ ഇല്ലേ. അപ്പൊ ഞാൻ ട്രിക്ക് ഇടണ്ടേ നമുക്ക് കള്ളി പൊളിച്ചിട്ടൊക്കെ കണ്ടേ. ബർത്ത്ഡേക്ക് ഞാൻ ഒരു ഷൂ വാങ്ങാൻ വിചാരിച്ചാൽ ഒന്നും പറഞ്ഞില്ല. അങ്ങനൊന്നും പറയില്ല. അങ്ങനല്ല കാക്ക നിങ്ങളെ ബർത്ത്ഡേക്ക് ഷൂ വാങ്ങാൻ ഞാൻ ആഗ്രഹിച്ചിന്. ഞാൻ അതുകൊണ്ട് ആ പൈസ അയച്ചിന്നൊക്കെ പറഞ്ഞു. അത് കിട്ടിയത് ചോദിക്കാനാന്നും പറഞ്ഞു. ഓർമ്മണ്ടോ? എന്നിട്ട് ചേച്ചിനോട് പറഞ്ഞു കാക്ക അല്ല പറഞ്ഞില്ല. എന്നിട്ട് എന്താ പറഞ്ഞേ കാക്ക ഒരു കുടുംബങ്ങള് സർപ്രൈസ് ആവണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് 2ാമത്തെ സർപ്രൈസിന്റെ കഥ. ഫസ്റ്റത്തെ കഴിഞ്ഞു. 2ാമത്തെ പറയും നമ്മള് മൂഞ്ഞനിക്ക വീണ്ടും മൂഞ്ഞനിക്കല്ലോ. ചെക്ക് ചെയ്തപ്പോ അതിലൊരു 5000 രൂപ എനിക്ക് കൊടുത്തെന്ന് വെച്ചപ്പോ ഓളമ്മന്റെ പൈസ ആണ് ഇത്. ഓളമ്മന്റെ പൈസ ആണ് ചെക്ക് ചെയ്തപ്പോ ലാസ്റ്റ്. ഗൂഗിൾ പേ തുറന്നപ്പോ ഞാൻ അറിയാം. എന്നിട്ട് വീണ്ടും 2ാമതും പൊട്ടി. എന്നിട്ട് പിന്നെ പ്ലാൻ മാറ്റിട്ട് വരാം. നമുക്ക് 2ആക്കും. ഞാൻ ഓൾറെഡി വിചാരിച്ചിനി 2 ഷൂ എടുത്തിട്ട് പോവാ. നീ ബർത്ത്ഡേക്ക് എന്താ ഇതിന്റെ പെണ്ണുങ്ങളെ ഡ്രസ്സാ? ഈ ബർത്ത്ഡേക്ക് ഒന്നുമില്ല. ഞാനാണ് സാലുവാ പോവാന്നാല് ഷൂ മതി. ഏതായാലും കൊളായി കൊണ്ടുവരാൻ പറയും. സാലു ചെക്കന്മാരെ കാത്തുക. സാലു ഒരു ഐഡിയ ഉണ്ട്. സഫേദ് വരുമ്പോ ഞാൻ നേരെ പോയിട്ട് കേക്ക് കൊണ്ടോടാ പറയാം. അങ്ങനെ ഉണ്ടാവും. അതെങ്ങനെ ഉണ്ടാവും? എങ്ങനെയുണ്ട്? എടുത്തോ മുഖത്ത് കൂടെ ഇട്ടോ ഇട്ടോ. അതാ നല്ലത്. ഞാനെന്താ എന്റെ അമ്മല്ലേ ആദ്യം സഫേദ് വിളിച്ചിട്ട് കേക്ക് കേട്ട് കൊണ്ടുവരുന്ന പറഞ്ഞില്ല. നടന്നു വരുമ്പോ ഈ മൈക്ക് പിടിച്ചോ. ഞാൻ പറഞ്ഞു ഫസ്റ്റ് കത്തിയില്ല. അല്ല ബർത്ത്ഡേക്ക് വിഷ് ചെയ്താ എനിക്ക് കത്തിനി. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് പോരുന്നുള്ള കത്തിട്ടില്ല. പക്ഷേ പറയാതൊക്കെ വയ്യ. ഞാൻ എന്റെ കാക്കക്ക് വിളിക്കണ മാതിരി അത് പൊളിച്ചു. വെല്ലിമ മോനോട് ഊളിരുന്ന് ഓ 1 മണി. സാനുവിന്റെ അഭിനയം എങ്ങനെ നീ 1 മണി ആകുമ്പോത്തിന് എനിക്ക് വീട്ടിലെത്താൻ പറ്റുമോ നോക്കി. പക്ഷെ ഉമ്മക്കറിയാ അവിടെ ഉമ്മക്കറിയാം കാരണം ബർത്ത്ഡേ. അപ്പൊ അതിനാണ് അഭിനയം കൊണ്ട് കളഞ്ഞാളെ മൈൻഡ് ചെയ്യാണ്ട് പോണേക്ക് പറ്റിയ ഇവിടെ വാ. സർപ്രൈസ് പൊളിച്ചും കൂടി പോവാണ് ഇപ്പൊ. ചെക്കന്മാര് വരുമ്പോ നല്ല മുലക്കാണ്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ പറയും. ഞങ്ങള് വരും. ഇപ്പൊ 11:30 ലൈറ്റോടെ നമ്മള് വരുന്ന പറഞ്ഞേ. ഞാൻ ഇത് വാങ്ങാൻ പോയപ്പോ കോണൈസ്ക്രീം വാങ്ങാൻ പോയപ്പോ ഓരോടുക്കാ പോവാന്ന് വിചാരിച്ചറിയാം പെരേക്ക്. സാല് ഇങ്ങോട്ടാണ് അപ്പളേ പറയണ്ടേ. ഓര് കേൾക്കണത് ഇങ്ങോട്ട് വരാനുള്ളതല്ല അങ്ങോട്ട് വരാനുള്ളതാ. ആ
കോളപ്പൊ വിളിച്ചില്ലെങ്കിൽ ഒരു പേരെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. പോപ്പറ കഴിയണ് അതും കൊളാക്കി പറയാനുള്ള കറക്റ്റ് പറയും. സ്വന്തം ബർത്ത്ഡേ ബ്ലോഗ് ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ ആളാവും. ആദ്യത്തെ കേരളത്തിലല്ല വേൾഡിലല്ല. പിന്നെ സ്വന്തം ബർത്ത്ഡേ വ്ളോഗ് അത് ഞാൻ സർപ്രൈസ് ആയിട്ട് അഭിനയിക്കണ്ട ചെക്കന്മാരത് മുത്ത പരപ്പനാടാ ഇതിന് മാഗ്നറ്റ് ഉണ്ട് എടുത്തോട്ടാ. ഞാനല്ല കൂറ നിങ്ങൾ ചെടിപടിനാ ചെടിപടിനാ അങ്ങോട്ട് പോയടുത്ത് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാ ഞാൻ ഇതിമത്തെ മാഗ്നറ്റുമല്ലേ സാലു എവിടെ ആവാ സാലില്ലേ സാലിനോട് അറിയാട്ടോ സാലിനോട് അറിയാം ചെക്കന്മാര് ഒന്നും വരുമ്പോ അഭിനയിക്കണോ ഇതന്നെ ഞാനൊന്നും പറഞ്ഞേ കാക്കനോട് കാക്ക ബാക്കി എല്ലാരും കേക്കേറ്റ് വരുമ്പോ നിങ്ങൾ അറിയാത്തായിരിക്കണം അത്ര ഞാൻ പറഞ്ഞിട്ടുണ്ടാവുന്നു. അത് സർപ്രൈസ് ആയി ഞാൻ പറഞ്ഞില്ലല്ലോ. അന്ന് ഞാൻ അതായത് എന്റെ കഴിഞ്ഞ ബർത്ത്ഡേ ഫസ്റ്റ് വിളിക്ക് 3 ഷൂ ഒന്നുമില്ലേ ആ ബർത്ത്ഡേക്ക് ഞാൻ അഭിനയിച്ച് പൊലിപ്പിച്ച പോലെ നിങ്ങൾ ആരും ചെയ്തിട്ടില്ല. ഞാനൊരു കൊല്ലം കഴിഞ്ഞിട്ട് ആ കഥ പറയപ്പെടില്ല. അനുല്ലേ അനുവിന് സങ്കടം വന്നിട്ടൊക്കെ അനു വളരെ നോട്ടം നോക്കിയാണ് ഊര് കൈ കൊടുത്തിട്ട് അനു. അതാണെങ്കിലോ ഞാൻ പറഞ്ഞു കൊടുത്തൊരു ഷൂ സെലക്ട് ചെയ്യാൻ വേണ്ടി അനു വരട്ടോ അത് രസമില്ല എടുക്കണ്ട എന്നിട്ട് സാരി ചോദിച്ചു വരോട് ഇങ്ങളെങ്ങനെ കണ്ടെത്തി ചെക്കന്മാര് വരട്ടാ ചെക്കന്മാര് വരട്ടെ. ഞാൻ എക്സൈറ്റഡ് ആണ്. എടാ എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് എന്റെ ആനിവേഴ്സറിക്ക് ഒരു പരിപാടിക്ക് സർപ്രൈസ് ഇട്ടില്ലടാ. ഇവര് പൊട്ടന്മാര് കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരുത്തന്മാര് കറക്റ്റ് 2 ദിവസം മുന്നേ പറയും ബർത്ത്ഡേ കേട്ടോ സർപ്രൈസ് കിട്ടും. ഇതൊരാള് കൂടി ടൈമിങ് പറഞ്ഞേ പൊട്ടിയത് 5 മിനിറ്റ് മുമ്പ് ഐസ്ക്രീം ഫുള്ള് തിന്നാ കേക്കാരാ തിന്നാ. എവിടെ ഏത് മാച്ചാ ആ മാച്ച് ഒന്ന് പിടിച്ചിടണ്ടാ വെക്കോലോ ഏയ് മോശാണേ ഏയ് വേണ്ടാടാ നമുക്ക് ഇത് വിട്ട് കേട്ടയ്യാ വണ്ടി ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ട് അങ്ങനെ എടുക്കന്നെ. ആ എന്റെ ക്യാമറ ഒക്കെ പോയല്ലോ. ഇത് കുറച്ച് നീക്കി ആ അടിപൊളി ക്യാമറ പോയി. പോപ്പർ പൊട്ടണം ഇല്ല പറഞ്ഞ ഇങ്ങോട്ട് എവിടെ അടിച്ചില്ലേ അല്ല ഇജ് ഇവിടെ നിക്കണോ ഇജ് ഇവിടെ നിക്കണ്ടേ അപ്പളെ കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയേ അതിനിട്ട് ആരെ ബൈക്ക് ഇവിടെ ഇട്ട് കിട്ടണ്ട ക്ലിയർ ഉണ്ടോ? എടാ ഞാൻ അറിയാത്തായിരിക്കാം. എടാ ഞാൻ അറിയാത്തായിരിക്കും നിക്കണം നിങ്ങളെ ഇങ്ങോട്ട് വാ. അല്ല റീലിലെങ്കിലും അറിയാത്തായിരിക്കും റീലിലെങ്കിലോ ആ നൈസ് ഐഡിയ അല്ലേ. അഭിനയിക്കണ്ട അങ്ങനെ തിരിയോ വെറുതെ അഭിനയിച്ച് അലമ്പാക്കണ്ട. കറക്റ്റ് ഉമ്മ പറഞ്ഞടാ ഉമ്മ പറയട്ടാ നിങ്ങൾ ഈ ഐസ്ക്രീം ഒക്കെ തിന്നാല് വരുന്ന കേക്ക് ആരാ തിന്നത് പോടൊക്ക. പക്ഷെ അതിന്റെ മുന്നേ ട്രാക്ക് ഇട്ടിന് ഈ മണ്ട എനിക്ക് വിളിച്ചില്ല നേരത്തെ അടാ കേക്ക് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് അതിന്റെ മുന്നിന്നാ വിളിച്ചേ. പക്ഷെ ഞാൻ കേക്കാതെ ആണേ അപ്പളെ ഇന്നോട് ഡയലോഗ് അടിക്കാൻ വാ. കത്തില്ല വാ 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 ഉമ്മ
ഉമ്മ വരി സാനോ ഇജക്കണ്ട ജോട് പാടിപ്പുറത്തോണി കാണില്ല പോക്കല്ലേ പോക്കല്ലേ അതിന് ഉറക്ക വരുന്നുണ്ട് കോട്ട് പാടുന്നത് കുട്ടി ഓക്കെ അല്ലേ പൊട്ടിക്കണ്ട ആ രണ്ടാളത് പൊട്ടരുത് ഇത് പൊട്ടാത്ത എടുക്കാനുള്ളതാണ് അൽത്താഫ പാട് ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി അവിടെ പൊട്ടിയില്ലടാ അതൊന്നും ഇഷ്ടമില്ല ക്രീമാട്ടോ ഞങ്ങള് ഭക്ഷണം എടുക്കാം ഇത് കാക്കുക ടേക്ക് സേവർ എടാ ഈ അല്ലടാ എല്ലാരും കളിയാക്കി മുപ്പതല്ല 29 വ്യത്യാസം ഉണ്ടാ 20s-ഉം 30s-ഉം വ്യത്യാസം ഉണ്ട് സാറേ ഇത് കട്ട് ചെയ്തിട്ട് അടുത്ത പെരുന്നാക്കിടാ പെരുന്നാക്കല്ല ചർമ്മം കണ്ട പ്രായം തോന്നിയില്ലല്ലോ നേരത്തെ അവനെ കളിയാക്കിയില്ല അതിനാണ് ഇവളോ ജെൻഡർ മാറ്റിയോ എടാ പിടിക്കണം മുത്ത ഇത് മൂടായി ഇത് സർപ്രൈസ് ആയി ഇതാരൊക്കെ സീരിയസ്ലി ഇത് സർപ്രൈസ് ആയി ഓ ഇതെത്ര സൈസ് 6 ഇത് കഴിഞ്ഞ പ്രാവശ്യം കണ്ട ടൈപ്പാ സൂപ്പർ സ്റ്റാർ ഇത് പിടി അതിൻ്റെ ഉള്ളു അല്ല എടുക്കി ഇപ്പൊ എനിക്ക് കരയണോ 70 പ്രോ ആണെങ്കിൽ കരഞ്ഞിനി നിങ്ങളെ കയ്യില്ല തരുന്നവർക്ക് മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങളൊന്നും തന്നില്ല എന്നാലും ഒരു ഉമ്മ കൊടുത്താ അപ്പൊ ഇതിനെ എനിക്ക് വേണ്ടി ഓടിനെന്ന് പോടാ ഞാൻ എന്തൊക്കെ പറഞ്ഞത് സാലൂനെ ഓ ചൂടായി വരെ ചെയ്തല്ലേ സെറ്റ് അങ്ങനെ സൂപ്പർ സ്റ്റാറിന്റെ കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്താ സൂപ്പർ സ്റ്റാർ എടുത്താൽ ഷൂവിനോട് ഇൻട്രസ്റ്റ് ആണെന്നുള്ളതുകൊണ്ട് ഷൂ ഇട്ടുന്നത് ഇനി ഫ്ലൈറ്റ് മാറ്റി പിടിക്കണം ഇനി ഇടയ്ക്ക് ഷൂ ആറഞ്ചാറനായല്ലോ ഇനി മാറ്റി പിടിക്കണം ഇനി ഫോണ് വണ്ടിയൊക്കെ അവളെ തൊട്ടിക്കോ ഇനി 70 പ്രോ ഇട്ടണം അത് മതി 70 പ്രോ മതില്ലേ അല്ല അപ്പൊ അൽത്താഫ താങ്ക്സ് എല്ലാരും സഫേദ താങ്ക്സ് ടോപ്പർ വെരി കൈ ഉണ്ടോ മുത്തേ ക്രീമായി ഇവിടെ ആരോ ഒരാൾ കൈ കൊടുക്കണ്ടല്ലോ എല്ലാം കൊടുത്തില്ലേ നിങ്ങളെ കൈ കിട്ടിയാലേ അല്ല തുടക്കാൻ നമുക്ക് ബേജാറാണ് കേട്ടോ ഇത് തുടക്കാണ് ഇതെങ്ങട്ടാണ് കയ്യ ഇതെന്തിന്റെ കേക്കിന്റെ ഇതോ മാറ്റിക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടേ ഏത് എന്ത് അതിനും എടുക്കണില്ല അതാണ് ഇന്ന് കൊറേ തിന്നിക്കണോനെ ഷൂ വാങ്ങാനുള്ള പ്രചോദനം ഇടുന്ന
വാങ്ങാനുള്ള പരിപാടി. ആ കഴിഞ്ഞില്ലേ? വേണോ? എന്തായാലും നൈസായി. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഷായിൽ എന്നോട് പറഞ്ഞു ഷൂ വാങ്ങിച്ചേട്ടാ ചോദിച്ചിനി. ഒക്കെ പ്രതീക്ഷിച്ചാല് പിന്നെ ഒരു ഹായ് എടുത്താളാ ഒരു ബുട്ടാ. കയ്യെ കണ്ടു. അല്ല ആ കുപ്പി വെള്ളം കഴിഞ്ഞു. അപ്പൊ താങ്ക് യു ഗൈസ്. വെൽക്കം ഗൈസ്. അപ്പൊ ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ബൈ ബൈ. ഹാപ്പി ബർത്ത്ഡേ കമന്റ് ഹാപ്പി ബർത്ത്ഡേ എന്ന് കമന്റ് ഇടുക, ഇതുണ്ട് സ്റ്റോറി ഇടുക. അപ്പോൾ എല്ലാവരും ബൈ ബൈ ബൈ. ഒരു പകരമാ അതിന്റെ മുഖം നിന്റെ ബർത്ത്ഡേ ഇജ്ജി പറഞ്ഞോ കാര്യം പറഞ്ഞോ. ഇങ്ങോട്ട് ഞങ്ങൾ തിരിക്കണ എന്തിനാ? പറയ്. ബർത്ത്ഡേ പ്ലാൻ ഉണ്ട്. നിങ്ങളെല്ലാരും കൂടെ ഉണ്ടാവുമ്പോഴേട്ടോ. എന്തിനാ? അല്ല നിങ്ങളെല്ലാരും കൂടെ പ്ലാൻ ഇട്ടതാ? ഇങ്ങനെ കേക്ക് കൊണ്ടിരുന്ന പറഞ്ഞു. അല്ല ഒരു മൈക്കോടെ ഷായിലാൻ്റെ ഇല്ലേ ഒന്ന്? ഷൂ പാടൂല വരുന്നത് ഷൂ ആയില്ലേ? അടാ ഞാൻ ഇവനെ വെറുതെ ചൂടായിടാ. ഇവൻ ഒരു ഷൂ തപ്പി എടുക്കണ്ടാ. അതിനാണെങ്കിലോ ദുനിയാ മുഴുവൻ തപ്പി എടുക്കണ്ട. ഒരു സൂപ്പർ സ്റ്റാറിന്റെ സൈസ് ഇല്ല. ഷാ മുണ്ടാക്കട്ടാ. ഞാൻ എന്നിട്ട് ഇവനെ ചൂടായി ഇവനോട് ഇന്ന് ഫുള്ള് റഫ് ഇട്ടുക. അതിന് വേണ്ടി ഇങ്ങനെ തെണ്ടി എടുക്കുക എണ്ണ അടിച്ചിട്ട്. ഷൂവിന്റെ പൈസ എണ്ണ അടിച്ച് തീർക്കുക. ഉമ്മാരി പോട്ടെ. ആകെ 3000 രൂപ ഉള്ളൂ. 350 രൂപ എണ്ണപ്പുറം തന്നെ അടിച്ചു തീർത്ത്. വെള്ളതാ വരുന്നേ. വെള്ളതാ കിട്ടുന്നത്.